സോ ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് കളങ്കാവലി കണ്ടു. നമുക്കതിനെ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറാണ് നമ്മൾ കണ്ടേക്കണം. അദ്ദേഹം ചെയ്തേക്കണ എല്ലാ ഒരു വേഷം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും ഒരു ഔട്ട് ആൻഡ് ഔട്ട് വില്ലൻ കഥാപാത്രം ചെയ്തിട്ടില്ല. ഇപ്പം നമ്മ ബ്രഹ്മയുഗം സിനിമയിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് വേറിട്ട് ഇത് പെർഫോമൻസ് മൊത്തം ആ ഒരു ക്യാരക്ടർ ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയാനാണെങ്കിൽ DOP ഫൈസൽ അലിയാണ്. പിന്നെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറാണ് ചെയ്തേക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കണത് മുജീബ് മജീദാണ്. മുജീബ് മജീദ് നമ്മുടെ എന്താ പറയുക എക്കോ സിനിമ ചെയ്തേക്കണ ഈ മുജീബ് മജീദ് തന്നെയാണ്. പിന്നെ സൗണ്ട് മിക്സ് ചെയ്തേക്കണ MR രാജകൃഷ്ണനാണ്. പിന്നെ സൗണ്ട് ഡിസൈനിങ് ചെയ്തേക്കുന്ന കൃഷ്ണൻ മോഹനാണ്. പിന്നെ ഈ പടത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്തേക്കുന്നത് ജിതിൻ കെ ജോസാണ്. പുള്ളി തന്നെയാണ് മറ്റേ കുറുപ്പ് സിനിമയും പുള്ളിയാണ് ചെയ്തേക്കണം. പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയാണ് ചെയ്തേക്കണം. പിന്നെ ക്യാരക്ടേഴ്സിലായിട്ട് വരുമ്പോൾ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ് നമ്മുടെ DSR ഒക്കെ ചെയ്ത ആള്, നമ്മുടെ പ്രണവിൻ്റെ കൂടെ അഭിനയിച്ചില്ലേ, പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫീമെയിൽ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ എന്താ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ രജീഷ വിജയൻ, പിന്നെ ഗായത്രി അരുൺ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ഇതൊക്കെയാണ് കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി പറയാനുള്ളത്. പിന്നെ സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ ഒരു വേറിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം മമ്മൂട്ടിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണ കാണുന്നത്. കാരണം ത്രൂ ഔട്ട് വില്ലൻ എങ്ങനെയാണെന്ന് പുള്ളി കാണിച്ചു തന്നെയുണ്ട് ഈ സിനിമയിൽ. അതിൽ ചില സീനായാൽ പോലും മമ്മൂട്ടി തന്നെയാണ് കീ ഹൈലൈറ്റ്. കാരണം ഈ സിനിമയിൽ ഇപ്പോൾ പലരും പലതും പറയണ്ടാകും. കാരണം വേറെ ആരെങ്കിലും ആ റോള് ചെയ്തിരുന്നെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നു തന്നെ. പക്ഷെ അങ്ങനെയല്ല, മമ്മൂക്ക ആ റോള് ചെയ്തുകൊണ്ട് മാത്രം ഈ സിനിമക്ക് കിട്ടിയൊരു എലിവേഷൻ ഉണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഫേസിൽ വന്ന ചില എക്സ്പ്രഷൻ ആയാലും, അതിൽ ഒരു സീൻ ഉണ്ട്, അതിൽ ഒരു സിഗരറ്റ് കടിച്ച് പിന്നെ വിനായകനെ സമ്മതിക്കണം. കാരണം പുള്ളിയുടെ ഒപ്പത്തിനൊപ്പം പിടിച്ചേക്കാൻ പറ്റിയ ആ ഒരു ക്യാരക്ടർ, വിനായകൻ ആ പോലീസ് ക്യാരക്ടർ ചെയ്തത് വളരെ നന്നായിട്ട് ചെയ്തേക്കണം. മമ്മൂക്കയുടെ ഒപ്പത്തിനൊപ്പം വിനായകൻ പിടിച്ചു നിന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ത്രൂ ഔട്ട് മൂവി ടുവേർഡ്സ് ദ ബിഗിനിങ് ടുവേർഡ്സ് ദ എൻഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കൽ സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് ഈ സിനിമ കാണുന്നതിന് മുന്നേ തന്നെ സ്റ്റോറി നമുക്ക് ഏകദേശം ട്രെയിലർ കാണുമ്പോഴും പിന്നെ അതിൻ്റെ കുറച്ച് കഥകൾ നമുക്ക് ശരിക്കുള്ളതും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറിയിൽ നമുക്ക് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഈ സിനിമയിൽ കീ ആയിട്ട് പറയേണ്ടത് ആ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നേക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയായാലും വിനായകനായാലും ആ ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതാണ് ഈ സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് തൊട്ട് പടം തീരണവരെ ലാഗ് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ വലിച്ചു നീട്ടിയായിട്ട് തോന്നുന്നുണ്ട് ഇടയ്ക്ക് എവിടെയോ. പക്ഷെ അത് കാര്യമായിട്ട് ബാധിക്കത്തില്ല. കാരണം അവിടെയാണ് അഭിനയം കാഴ്ചവെക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ലാഗ് നമുക്ക് അവിടെ തോന്നത്തില്ല. അതേപോലെ തന്നെ ഈ മമ്മൂക്ക കൊണ്ടുവന്ന ആ ഒരു പ്യുവർ വില്ലനിസം ഈ സിനിമയിൽ ത്രൂ ഔട്ട് മൂവി ആന്റോഗണിസ്റ്റ് എന്താണെന്നുള്ളത് ഈ സിനിമയിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഇപ്പം എന്താ പറയുക, ഒരുപാട് കഥാപാത്രം ചെയ്തേക്കണ മമ്മൂക്ക ഇങ്ങനെ ഒരു റോള് നമുക്ക് ചെയ്യുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം പുള്ളിനെ പോലത്തെ ഒരു വലിയൊരു നടൻ ഇത്തരം റോള് ചെയ്യുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ മമ്മൂക്കക്ക് ഈ റോള് ചെയ്യാണ്ടിരിക്കാം. കാരണം ഇത് വേറെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന റോളായിരുന്നു. പക്ഷെ പുള്ളി ആ റോള് ചെയ്തത് പുള്ളിയുടെ കരിയറിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. അതിപ്പോൾ ഒരു സിനിമയിൽ, ഇതുവരെ ഇറങ്ങിയ സിനിമയിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതിൽ പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒരു കറക്റ്റ് പക്ക ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ്. ആ സ്ലാങ് തുടക്കം തൊട്ട് നല്ല ഇപ്പം നമ്മൾ രാജമാണിക്കൊക്കെ കണ്ട പോലെയല്ല, ഒരു പക്ക രീതിയിലാണ് ആ സാധനം കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണാണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരെ ആ സിനിമ ഇങ്ങനെ അത് ഉൾക്കൊള്ളുന്ന പോലെ ഇരിക്കും. കാരണം തീർച്ചയായിട്ടും പുള്ളിയുടെ അഭിനയം നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് കാണാം. അതിനൊരു സംശയമില്ല. തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം സിനിമ വലിയ സ്ക്രീനിൽ കാണാനാണ്ട, ഫോണിൽ കണ്ടാൽ നമുക്ക് എന്തുമാത്രം എപ്പോഴും ഇമ്പാക്റ്റ് ഒരിക്കലും കിട്ടണമെന്നില്ല. ഈ സിനിമ അത്രയും നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ കാണാൻ പോകുന്നവരോ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.